ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ബ്ലീഡിങ് നിന്നതിന് ശേഷം ഈ 4 മിസ്റ്റേക്സ് നിങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക കേട്ടോ. കാരണം ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ അത് അഫക്റ്റ് ചെയ്യും. ഈ ഒരു മാസത്തെ എഗ്ഗിൻ്റെ ക്വാളിറ്റി അല്ല, പിന്നീട് അങ്ങോട്ടേക്കുള്ള 2-3 മാസങ്ങളുടെ ക്വാളിറ്റിയെ ഇത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ പലപ്പോഴും നെഗ്ലക്റ്റ് ചെയ്ത് വിടുന്ന ഒരു 4 ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസും അതുപോലെ എക്സസൈസും ഒക്കെ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഒരു ഡോക്ടർ നടത്തുന്ന ട്രീറ്റ്മെൻറ്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ല ഇത്തരത്തിലുള്ള ടിപ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ആ ടിപ്സിന് ഡോക്ടർ പറയുന്ന മെഡിസിൻസിനോടൊപ്പം ഇത്രയധികം ടിപ്സും അതുപോലെ ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങളും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യത്തേത്, നിങ്ങൾ ഓവുലേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും അതിനടുപ്പിച്ചിട്ടുള്ള എഗ്ഗ് വളരുന്ന സമയത്താണെങ്കിലും കോഫി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കാതിരിക്കുക. കോഫി അല്ലെങ്കിൽ കഫെയിൻ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എഗ്ഗിൻ്റെ ക്വാളിറ്റിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്നു. 300 ml എബോവ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അതാണ് എപ്പോഴും നോട്ട് ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ലാർജ് സൈസ് കപ്പ് ചിലപ്പോൾ ഒരു 250 ml അല്ലെങ്കിൽ ഒരു 200 ml ഒക്കെ ഉണ്ടാകും. ആ ഒരു കപ്പിൽ നിങ്ങൾ 2 നേരം കോഫി കുടിക്കുകയാണെങ്കിൽ, അത് തുടർച്ചയായിട്ട് കുടിക്കുകയാണെങ്കിൽ അത് ഫെർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കഫെയിൻ ഇൻടേക്ക് കൂടുതലായിട്ട് ശരീരത്തിൽ വരുന്നത് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റിയാണ് കേട്ടോ. ഈ അത് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കൂടുതലായിട്ട് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മിസ്കാരേജ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കഫെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ശരീരത്തിൽ എത്തുന്നത് കോഫിയിലൂടെ മാത്രമല്ല, ടീ ഉപയോഗിക്കുമ്പോൾ അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്, ഇങ്ങനെയുള്ള പല പ്രൊഡക്ട്സിലും കഫെയിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ചായ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. അതിൽ റാസ്ബെറി ടീ ഒക്കെ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ അത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. അങ്ങനെയുള്ള ഹെൽത്തി ആയിട്ടുള്ള വെയിൽ കൂടി നിങ്ങളുടെ ഒരു ക്രാവിങ്സ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ടീയും കോഫിയും അതുപോലെ തന്നെ ആ ഒരു പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നത് കോർപ്പസ് ലൂട്ടിയത്തിന്റെ ഫംഗ്ഷനെയും അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത് ഹോർമോൺസിന്റെ സെക്രേഷൻ ഉണ്ടാകുന്നതിനെ ഡയറക്റ്റ്ലി തന്നെ കണക്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇംപ്ലാന്റേഷൻ നടക്കാനൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു ദിവസം ഒരു നേരം നിങ്ങൾ കോഫി കുടിച്ചതുകൊണ്ടോ ടീ കുടിച്ചതുകൊണ്ടോ പ്രശ്നമില്ല. പക്ഷെ ചില ആളുകൾ 3 നേരമൊക്കെ കോഫി എടുക്കുന്നവരുണ്ട്, കോഫിക്ക് അഡിക്റ്റ് ആയി പോകുന്നവരുണ്ട്. വീട്ടിൽ നിന്ന് കോഫി കുടിച്ചിട്ട് പോകുന്നവർ, ഓഫീസിൽ കോഫി കുടിക്കുന്നവർ, വൈകുന്നേരം ഓഫീസിൽ നിന്ന് കോഫി കുടിക്കുന്നവർ, വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് പിന്നെയും കുടിക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ളൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്മോക്കിംഗ് ഹാബിറ്റ് അതുള്ളവരാണ് നിങ്ങളെങ്കിൽ അത് കുറയ്ക്കുക. ഹസ്ബൻഡിനും സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിർത്താനായിട്ട് പറയുക. കാരണം നിങ്ങൾ ആ സ്മോക്ക് ചെയ്യുന്ന ആ ഒരു സ്മെല്ല് നിങ്ങൾ ബ്രീത്ത് ചെയ്ത് അകത്തേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. എഗ്ഗിൻ്റെ ക്വാളിറ്റി നല്ലതുപോലെ കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിനെയും അത് അഫക്റ്റ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ DNA ഡാമേജ് ആകുന്നതിനും മിസ്കാരേജ് ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പുരുഷൻ അത് എടുക്കുമ്പോഴേക്ക് സ്പേമിൻ്റെ ക്വാളിറ്റി നന്നായിട്ട് കുറഞ്ഞു പോകുന്നു, DNA ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാലും ചിലപ്പോൾ കുഞ്ഞിന് ഗ്രോത്ത് നിന്ന് പോകും, അല്ലെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് പോലുള്ള സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് കുഞ്ഞിന് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വർക്കൗട്ട് ചെയ്യാതിരിക്കുക. ഒരുപാട് ആളുകളുണ്ട് പ്രഗ്നൻസി ആകാനായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോഴേക്കും ഡോക്ടർ വെയിറ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറയും. ആ റിഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യഗ്രതയാണ്. എങ്ങനെയെങ്കിലും ഒരു 10 കിലോ അല്ലെങ്കിൽ ഒരു 8 കിലോ കുറയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അടുപ്പിച്ചിട്ടുള്ള ഒരുപാട് ദിവസങ്ങളിൽ ടൂ മച്ചായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ബോഡിയിൽ ഭൂരിഭാഗം എനർജിയും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബാക്കിയുള്ള ബോഡിക്ക് വേണ്ടുന്ന, ബാക്കിയുള്ള ബോഡിയുടെ പ്രവർത്തനങ്ങൾ നടക്കാൻ വേണ്ടുന്ന എനർജി റിക്വയർമെൻറ്റ്സിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും ഹെവി വർക്കൗട്ട്സ് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ഒന്നുകിൽ നിങ്ങൾ വെയിറ്റ് കുറച്ചിട്ട് പ്രഗ്നൻസി നോക്കുക, അല്ലെങ്കിൽ പ്രഗ്നൻസിയും വെയിറ്റും ഒരുപോലെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടാണ് താല്പര്യമെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള അളവിൽ നിങ്ങൾ എക്സസൈസ് ചെയ്തിട്ട് ഡയറ്റും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ നോർമലായിട്ട് ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനായിട്ടുള്ള എനർജി നമുക്ക് ശരീരത്തിൽ ലോസ് ആവുകയാണെങ്കിൽ അതുമൂലം നിങ്ങളുടെ ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിനെ അതുപോലെ മറ്റുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള ശരീരത്തിൻ്റെ കഴിവിനെ ഒക്കെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ.
അത് മാത്രമല്ല ഭയങ്കരമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ഓവുലേഷനെ എഫക്റ്റ് ചെയ്യാം, മെൻസ്ട്രേഷനെ എഫക്റ്റ് ചെയ്യാം, എൻഡോമെട്രിയൽ ലൈനിങ്ങിനെ എഫക്റ്റ് ചെയ്യാം, ഫോളിക്കുലർ ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യാം. ഇതെല്ലാത്തിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് ലോസ് ആക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ, പക്ഷെ നമുക്ക് പ്രഗ്നൻസി കിട്ടില്ല. അപ്പോൾ ടൂ മച്ച് എക്സസൈസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ദിവസമൊക്കെ 3/4 മണിക്കൂറോളം അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ എക്സസൈസ് ചെയ്ത് പോകുന്നവരുണ്ട്. ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അങ്ങനെ ചെയ്ത് നമ്മൾ ഭയങ്കര ടയേർഡായിട്ട് കിടപ്പുണ്ടാവുക, ബ്രീത്തിങ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുക, അങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഒരിക്കലും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റുകൾ എടുക്കുന്ന സമയത്ത് അങ്ങനെ എക്സസൈസ് ചെയ്യാനായിട്ട് പാടില്ല. ട്രീറ്റ്മെന്റ് എടുക്കാതെ തന്നെ പ്രഗ്നൻസി നോക്കുകയാണെങ്കിലും അങ്ങനെയുള്ള എക്സസൈസ് നമുക്ക് ശരീരത്തിന് ഒട്ടും നല്ലതല്ല കേട്ടോ. എന്നാൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കുകയും വേണം. അത് രണ്ടും ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഡയറ്റും അതുപോലെ നോർമൽ ആയിട്ടുള്ള എക്സസൈസും. ഡയറ്റ് നമ്മളെപ്പോഴും ഫോളോ ചെയ്യേണ്ടത്, അതായത് നമ്മൾ കുറച്ച് കഴിച്ചാലും വയർ ഹെവി ആയിട്ട് തോന്നുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. നട്ട്സ്, ഓട്സ്, അങ്ങനെയുള്ള പല വിഭവങ്ങളും തന്നെ നമ്മൾ കുറച്ച് കഴിച്ചാലും വയർ ഭയങ്കര ഫുള്ളും ഹെവിയും ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിശപ്പുണ്ടാവില്ല. ആ രീതിക്ക് വേണം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് ക്രമീകരിക്കാനായിട്ട്. നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് നിങ്ങൾ ആ ഒരു തരത്തിലുള്ള വർക്കൗട്ട്സ് ഒക്കെ ഫോളോ ചെയ്യുമ്പോൾ ഒപ്പം ഡയറ്റും കൂടി നിങ്ങൾ നോക്കുക കേട്ടോ. അതോടൊപ്പം പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എക്സസൈസ് എന്ന് പറയുന്നത് ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള യോഗാസനാസ് ആണ്. ഇതെല്ലാം തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ പെൽവിക്കിലോട്ട്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലുള്ള എക്സസൈസിനായിരിക്കണം നിങ്ങൾ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. ബാക്കിയുള്ള എക്സസൈസ് ഒരിക്കലും ഹെവി ആയിട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. എൻഡോക്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോശങ്ങളുടെയും അവയവങ്ങളുടെയും ഒക്കെ പ്രവർത്തനത്തിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഹോർമോണുകളുടെ പുറത്തുവിടുന്ന ഒരു ടിഷ്യൂ ആണ് ഈ എൻഡോക്രൈൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു എൻഡോക്രൈൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ആ ഒരു രീതിക്കുമാണ്. നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഹോർമോൺസിനെ ഡയറക്റ്റ് അഫക്റ്റ് ചെയ്യാനായിട്ട് പലതും നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം, അതിപ്പോൾ നമ്മൾ ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുകയാണ് നമ്മുടെ കിച്ചൺ, അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന കാറ്, അതുപോലെ വീട്ടിലുള്ള മറ്റുള്ള അന്തരീക്ഷം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള ഡിറ്റർജൻറ്റ്, അതുപോലെ സോപ്പ്, കോസ്മെറ്റിക്സ്, പെസ്റ്റിസൈഡ്സ്, റൂം ഫ്രഷ്നർ, അതുപോലെ നമ്മൾ കാറിൽ വെക്കുന്ന ഫ്രഷ്നേഴ്സ് ആണെങ്കിലും ഇതെല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്മെല്ല് ചെയ്ത് പോകുന്നത് നമ്മുടെ ഈ ഒരു എൻഡോക്രൈൻ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഡയറക്റ്റ് ആയിട്ട് ഹോർമോൺസിന്റെ പ്രവർത്തനത്തിനെ ആയിരിക്കും അഫക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന് ഏതെങ്കിലും ഒന്ന് കൂടി പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അടുത്തത് കുറയും. കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഗുണം ഉണ്ടാവില്ല. രണ്ട് സൈഡിലും നമുക്ക് ദോഷമായിരിക്കും ഉണ്ടാകുന്നത്. ഫോളിക്കൽ വളരാൻ ദോഷം ഉണ്ടാകും, എൻഡോമെട്രിയൽ ലൈനിങ്ങിന് പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള ഡിറ്റർജൻസ് ഒന്നും അതുപോലെ ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള സിറ്റുവേഷൻസിലൊക്കെ നിങ്ങൾ നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ പ്രൊഡക്ട്സ്, കോസ്മെറ്റിക്സ് പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ താലൈറ്റ്സ്, അതുപോലെ ഒരുപാട് ഫ്രാഗ്രൻസ് ഉള്ള പ്രൊഡക്ട്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. മേത്തിടുന്ന ഡിയോഡറൻ്റ് ആണെങ്കിൽ കൂടി തന്നെ, അതായത് നമ്മൾ വേർക്കുമ്പോൾ നമുക്ക് വേർപ്പ് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്പ്രേ അടിക്കില്ലേ, അതാണെങ്കിൽ ഒരുപാട് മണമുള്ള സ്പ്രേ ഒന്നും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്ലാസ്റ്റിക്കിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. BPA ഫ്രീ ആണെങ്കിലും എങ്ങനെയുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല. അതിപ്പോൾ ചെറുതെ വാമായിട്ടുള്ള പ്രൊഡക്റ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനും റെഗുലർ ആയിട്ട് ഇപ്പോൾ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന പൊടികളുണ്ടാവല്ലോ, മഞ്ഞപ്പൊടി, മുളക് പൊടി, അതെല്ലാം ഇതുപോലെ പ്ലാസ്റ്റിക് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെക്കുന്നവരുണ്ടാകും. കണ്ടിന്യൂസ് ആയിട്ട് ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക്കും അതുപോലെ തന്നെ ഈ പ്രൊഡക്ട്സും തമ്മിൽ ചേരാനായിട്ട് ചാൻസ് ഉണ്ട്, അതിൻ്റെ കണ്ടൻസ് അതിലോട്ട് ഇറങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെയുള്ള പ്രൊഡക്ട്സിൽ നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. ഭയങ്കര നിസ്സാരമായിട്ട് നമ്മൾ വിടുന്ന ടോപ്പിക്കാണ്, പക്ഷേ കണ്ടിന്യൂസ് യൂസേജ് നമുക്ക് ശരീരത്തിന് നല്ലതല്ല. ഇപ്പോൾ നിങ്ങളൊരു വിവാഹം കഴിഞ്ഞിട്ട്, നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഇല്ലെങ്കിലും നിങ്ങളൊരു വിവാഹം കഴിഞ്ഞിട്ട് ഒരു 6 വർഷമായെങ്കിൽ ഈ 6 വർഷവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനെ മസ്റ്റായിട്ട് അഫക്റ്റ് ചെയ്യും. അതുപോലെ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ക്വാളിറ്റി ഉള്ള സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ മൈക്രോവേവ് ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക. ചൂടാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഭക്ഷണം ചൂടൊന്ന് അനത്തിട്ടാണെങ്കിലും അത് നിങ്ങൾ അതിലോട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലോട്ട് മാറ്റുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ മാറ്റുക കേട്ടോ. അത്യാവശ്യം സ്റ്റീലും അതുപോലെ ചില്ലിൻ്റെയും ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് പഠനങ്ങൾ നടത്തി തെളിയിച്ചിട്ടുള്ള കാര്യമാണിത്, പക്ഷെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് വിടുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ PCOD ആണ്.
ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് PCOD എന്ന് പറയുന്നത്. 100 പേര് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 60% ആളുകൾക്കെങ്കിലും ഇന്നത്തെ സിറ്റുവേഷനിൽ PCOD ഉണ്ടാകും. പല ആളുകളും PCODനെ നിസ്സാരമായിട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. PCODനെ ഒരിക്കലും നമുക്ക് നിസ്സാരമായിട്ട് വിടാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടല്ല. അതുപോലെ തന്നെ ഒരുപാട് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുമല്ല PCOD എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ കമന്റ്സിൽ വന്ന് പറയുന്നുണ്ട്, ചേച്ചി PCOD മാറാൻ വേണ്ടിയിട്ട് 3 മാസത്തോളം മെറ്റ്ഫോമിൻ എടുത്തിട്ടുണ്ടായിരുന്നു, പ്രൊജസ്ട്രോൺ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 5-8 മാസത്തോളം കറക്റ്റായിട്ട് പീരീഡ്സ് വന്നു, പക്ഷെ അതിനുശേഷം പിന്നെയും ഇറഗുലർ ആയി പോയി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. PCOD എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒരിക്കലും മെഡിസിൻ കഴിച്ച് പെർമനന്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിമുട്ടല്ല. അതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വെയിറ്റും അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈലും. ഇത് രണ്ടും നമ്മൾ മോണിറ്റർ ചെയ്താൽ മാത്രമേ PCOD കൺട്രോൾഡ് ആവുകയുള്ളൂ. നമ്മൾ മെഡിസിൻ എടുക്കുന്ന കുറച്ച് നാൾ അതിന്റെ എഫക്റ്റ് കൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലാതെ പീരീഡ്സ് ഇറഗുലർ ആയിട്ട് പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഓവുലേഷൻ കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാലോ ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രഗ്നന്റ് ആയില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള മാസങ്ങളിൽ ഈ ഇറഗുലാരിറ്റീസും അതുപോലെ ഓവുലേഷൻ നടക്കാത്ത സിറ്റുവേഷൻസും ഉണ്ടാകും. അപ്പോൾ PCOD ഉള്ള ആളുകൾ ഒരിക്കലും മെഡിസിനെ മാത്രം 10% ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. മെഡിസിൻ നമുക്ക് വേണം വേണ്ടെന്നല്ല, ഒപ്പം നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് റിഡ്യൂസ് ചെയ്യണം. വെയിറ്റ് റിഡ്യൂസ് ചെയ്യുക, നിങ്ങളുടെ ഏജിനും അതുപോലെ നിങ്ങളുടെ ഉയരത്തിനും അനുസരിച്ചിട്ടുള്ള വെയിറ്റ് എത്രയാണെന്ന് നെറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഐഡിയൽ വെയിറ്റ് ചാർട്ട് നിങ്ങളുടെ KG അടിച്ച് നിങ്ങളുടെ വെയിറ്റ് എത്രയാണെന്ന് അടിച്ചു കൊടുത്താലും നിങ്ങളുടെ ഹൈറ്റ് അടിച്ചു കൊടുത്താലും ആ ഒരു വെയിറ്റ് നിങ്ങൾക്ക് എത്ര ലിമിറ്റിനകത്ത് വേണമെന്ന് കൃത്യമായിട്ട് കിട്ടും. ആ ലിമിറ്റിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് മോണിറ്റർ ചെയ്ത് ആ ലിമിറ്റിലോട്ട് നിങ്ങൾ എത്തിക്കുക. അതിനേക്കാൾ 1-2 കിലോ കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല, പക്ഷേ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് നിങ്ങൾ കൊണ്ടുവരാതിരിക്കുക. അത് നിങ്ങൾ ഏറ്റവും ആദ്യം മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാക്കറ്റിൽ വരുന്ന പ്രൊഡക്ട്സ് ഉപയോഗിക്കാതിരിക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് വരുന്ന കപ്പ വറുത്തത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഒരുപാട് നേരം എണ്ണയിലിട്ട് കുക്ക് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ്, അത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പ്രൊഡക്ട്സ് ഒട്ടും ശരീരത്തിന് നല്ലതല്ല. അത് നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അരിയുടെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മുടെ ഒരു കേരളത്തിൻ്റെ കൾച്ചർ അനുസരിച്ച് നമ്മൾ എടുക്കുന്ന എല്ലാത്തിലും അരിയുണ്ട്. പുട്ടിലുണ്ട്, ഇടിയപ്പത്തിലുണ്ട്, ഇഡലിയിലുണ്ട്, അപ്പത്തിലുണ്ട്, അങ്ങനെ എല്ലാത്തിലും അരിയുടെ കണ്ടന്റ് ഉണ്ട്. ആ ഭക്ഷണം നിങ്ങൾ കഴിച്ചാലും അതിൻ്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക. 4 ഇടിയപ്പം കഴിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അത് 2 ആക്കി കുറയ്ക്കുക. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ കറിയുടെ അളവ് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. റൈസും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യുക. ഒപ്പം നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങൾ, പുറത്ത് ഹോട്ടൽ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് നിങ്ങൾ കുറയ്ക്കുക. 4 തവണ കഴിക്കുന്ന ആളുകൾ അത് 2 ആക്കിയോ 1 ആക്കിയോ ചുരുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മെഡിസിനും എടുക്കേണ്ടാത്ത രീതിക്ക് തന്നെ PCOD കൺട്രോൾഡ് ആകും. വെയിറ്റ് ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നാച്ചുറലി നിങ്ങൾക്ക് ഓവുലേഷൻ ഉണ്ടാകും, ഓവുലേഷൻ സിംറ്റംസ് ഉണ്ടാവും കേട്ടോ. അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഈ മിസ്റ്റേക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ 5 ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. അതിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് കൊണ്ടുവരിക കേട്ടോ. ഒപ്പം ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.